മൂന്ന് കാര്യങ്ങളുണ്ടായാൽ ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കലാകും. ഏതാണ് ആ കാര്യങ്ങൾ? ഒന്ന്, ഇതാക്കാന ഉമറാഉക്കും ഷിറാറക്കും. മോശപ്പെട്ട കാര്യം പറയാൻ മുഴുവൻ വിശദീകരിക്കാൻ നേരല്ല. നിങ്ങളുടെ നേതാക്കന്മാർ അമാന്യന്മാരായാൽ, മോശപ്പെട്ടവരായാൽ നിങ്ങൾക്ക് ഭൂമിയേക്കാൾ നല്ലത്, മുകളിലേക്കാൾ നല്ലത് മരിക്കല. രണ്ടാമത്തെ വൈതാക്കാന അഗനിയാവുക്കും ബുഹലാക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മുതലാളിമാരൊക്കെ ലുബ്ധന്മാരായാലും നിങ്ങൾക്ക് ഈ ഭൂമിയേക്കാൾ നല്ലത് മരിക്കലാണ്. മൂന്നാമത്തത് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ആർക്ക് വരിക? പെണ്ണുങ്ങൾക്ക് വരിക. അത് വരുമല്ലോ. എന്തുകൊണ്ട്? അതാ ഞാൻ കൂട്ടിക്കെട്ടുന്നത്. എന്തുകൊണ്ട്? മേലെയായ കൈയായിരിക്കും അധികാരസ്ഥൻ എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇബ്നു മാജ രേഖപ്പെടുത്തിയ വളരെ സ്വഹീഹായ ഒരു ഹദീസ് ഇങ്ങനെ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയാണ്, വലാ തസവ്വജൂഹുന്ന ലിഅംവാലിഹിന്ന. ധനത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും പെണ്ണിനെ കല്യാണം കഴിക്കരുത്. വലാ തസവ്വജൂഹുന്ന ലിഅംവാലിഹിന്ന. ഒരിക്കലും ധനത്തിന് വേണ്ടി പെണ്ണ് കെട്ടരുത്. ഫഅസാ അംവാലുഹുന്ന അൻ തുത്ഗീഹിന്ന. ഈ ധനം അവരെ തുകയാനിലേക്ക് ആക്കാൻ സാധ്യതയുണ്ട്, വഴികേടിലാക്കാൻ. അഥവാ കിബിർ. തുകയാൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തുകയാനാണ് എന്ത്? കിബിർ. അവൾക്ക് കിബിറുണ്ടാവും. അവളൊരു വാക്കെങ്ങാനും നിങ്ങൾ കയർത്ത് പറയുകയാണെങ്കിൽ, മര്യാദക്ക് നിന്നോളൂ, 1.5 ലക്ഷവും ഇപ്പൊ ഞാനിവിടെ വെപ്പിക്കും, അതിന്റെ വാപ്പാനെ കൊണ്ട് ഇപ്പൊ കഴിയെന്ന് പറഞ്ഞാൽ ഖലാസ്, നിങ്ങൾ എതിർസുബിലാണല്ലോ, മിണ്ടാൻ വയ്യ, ക്ഷമിക്കല്ലാത്തൊരു നിർവാഹമില്ല. ഞാൻ ആർക്കെങ്കിലും ഒന്ന് ഫോൺ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളോട് ഒരു ഫോണിൽ പോലും 2 വാക്ക് ഏറെ സംസാരിച്ചാൽ നിങ്ങൾക്ക് കയർത്തു പോയാൽ മിണ്ടാനോട് സംസാരില്ല. ഇവൾ ഫാജിറത്തായി, ഇവൾ തമ്മാടിയായി. ഇതാണ് എനിക്കും നിങ്ങൾക്കും തെറ്റും. ആർക്ക് തെറ്റൂല? മുസ്തഫ റസൂലുള്ളാഹിക്ക് തെറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുതല് ആശ്രയിച്ചിട്ട് കല്യാണം കഴിച്ചാൽ ഈ മുതല് കാരണമായി പെണ്ണ് തുകയാനിലാകും, വഴികേടിലാകും, കിബിറുണ്ടാകും, തമ്മാടിയാവാം അവൾ. കാരണം അവൾക്ക് ഈ വീട്ടിൽ മറ്റാരെക്കാളും സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഈ വീട്ടിന്റെ കിടപ്പാടം പോലും ഉണ്ടാക്കിയത് അവളാണ്. ഇത് തന്നെ അസാ അംവാലുഹുന്ന അൻ തുത്ഗീഹിന്ന വലാകിൻ തസവ്വജൂഹുന്ന അലദ്ദീനി. വലാകിൻ തസവ്വജൂഹുന്ന, നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് അലദ്ദീനി, ദീനിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്നെ സുനനിൽ. നോക്കൂ നിങ്ങൾ, അൻ മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു, വളരെ പ്രഗൽഭമായ മറ്റൊരു ഹദീസ്. ഒരിക്കൽ എന്ത് ചെയ്തു? മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരാൾ വന്നു. ഫഖാല, എന്നിട്ട് ഈ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, ഇന്നി അസബതു ഇംറഅതൻ ലാത ഹസബിൻ വമൻസബിൻ. നല്ല തറവാടും നല്ല സ്ഥാനവുമുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വമാലിൻ, ധനവുമുണ്ട്, ധനവും തറവാടൊക്കെ ഉഷാറായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇല്ല അന്നഹ ലാ തലിദു, എങ്കിലും അവൾ പ്രസവിക്കൂല എന്നാണ് മനസ്സിലാവുന്നത്. മുമ്പ് എന്തോ കെട്ടൊഴിവാക്കിയതാവാം, അവൾ പ്രസവിക്കാത്തോണ്ട് ഒഴിവാക്കിയതാവാം. എങ്കിലും എന്തുണ്ട്? മുതലുണ്ട്. ഇന്ന് നമ്മളിൽ പല ആളുകളും പ്രധാനമായി കാണുന്ന ധനം ഇഷ്ടംപോലെ അവളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിക്കട്ടെ എന്ന് ഈ സഹാബി റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു സിഹാഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫനഹാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പറ്റൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. സുമ്മ അതാഹു ഥാനിയ, ഈ സഹാബി വീണ്ടും നബിയുടെ അരികിൽ വന്നു. ഫനഹാഹു, അപ്പോഴും റസൂലുള്ളാഹി അദ്ദേഹത്തെ വിരോധിച്ച് മടക്കി പറഞ്ഞയച്ചു. സുമ്മ അതാഹു സാലിസ, ഇത് ഇതിന്റെ കാര്യമാണ്. സുമ്മ അതാഹു സാലിസ, മൂന്നാമത്തെ തവണയും ഹബീബായ റസൂലുള്ളാഹിന്റെ അരികിൽ ഈ സ്വഹാബി വന്നപ്പോൾ ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസവ്വജുൽ വലൂദൽ വദൂദ ഫഇന്നി മുകാഥിറും ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. നിങ്ങളെ വിവാഹത്തിന്റെ ലക്ഷ്യം എനിക്ക് നാളെ അഭിമാനം പറയാവുന്ന മക്കൾ ഉണ്ടാകൽ മാത്രമാകണം. എനിക്ക് അഭിമാനം പറയണമെങ്കിൽ ഈ പെണ്ണിലൂടെ എങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവണം? സാലിഹീങ്ങളായ കുട്ടികൾ ഉണ്ടാവണം. അങ്ങാടിയിൽ കുറെ അവറന്മാര് അള്ളാഹ്ക്ക് ഉൾപ്പെടാതെ നടന്നാൽ അവരെങ്ങനെ ഉമമയാവുന്നത്? റസൂലുള്ളാഹിക്ക് അഭിമാനം പറയുന്നവരാവുന്നത്. റസൂലുള്ളാഹിക്ക് അഭിമാനം പറയാവുന്ന മക്കൾ, എനിക്ക് അഭിമാനം പറയാവുന്ന മക്കൾ അവളെ മുതുകിലൂടെ ഉണ്ടാകണം. അതിന് ഒന്നാമതായ കാര്യം അവൾ മോശക്കാരിയാകരുത്. അവളെ മോശക്കാരിയാക്കുന്നതാണ് എന്ത്?
അവളുടെ ധനം അവളെ തമാടിയാക്കുന്ന, അവളെ മുതക്കബ്ബിറത്താക്കുന്ന കാര്യമാണ് അവളുടെ ധനം. അത് നിങ്ങൾ സൂക്ഷിക്കണം. അതിനുവേണ്ടി കല്യാണം കഴിക്കരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, ഇമാം ത്വബറാനി രേഖപ്പെടുത്തിയ വേറെ ഒരു ഹദീസ് ഇങ്ങനെ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, മൻ തസവ്വജ ഇംറഅതൻ ലിഇസ്സിഹാ, യോഗ്യതയ്ക്ക് വേണ്ടി ഒരാൾ പെണ്ണ് കിട്ടിയാൽ ലം യസിദുഹു അല്ലാഹു ഇല്ലാ ദില്ല, അവന് നിന്ദയല്ലാതെ അല്ലാഹു മറ്റൊന്നും കൊടുക്കൂല. അതായത് ഒരു വലിയ സ്ഥാനമുള്ള തറവാട്ടിൽ നിന്ന് പെണ്ണ് കെട്ടി, എന്തിനു വേണ്ടിയിട്ട്? ഇവനും അതുണ്ടാവാൻ വേണ്ടി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വിശ്വാസികൾ വളരെ ചിന്തിക്കണം. ഇന്നാലിന്ന രാജാവിന്റെ, ഞാനിന്നെ അവിടുന്ന് അറക്കര രാജാവിന്റെ കുടുംബത്തിൽ നിന്നാണ് ഞാൻ കെട്ടിയത്, അല്ലെങ്കിൽ ഇന്നാലിന്നെ അവിടുന്നാണ് കെട്ടിയത് എന്നൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞതാ. ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാനമഹിമയും പൊലിമയും പറയാൻ വേണ്ടിയിട്ടാണ് ഒരാൾ കല്യാണം കഴിച്ചത് എങ്കിൽ, ഞാൻ ജോർജ് ബുഷിന്റെ ഏട്ടത്തിന്റെ മകനെയാണ് കല്യാണം കഴിച്ചത്, ഇങ്ങനെ ഒരു പത്രം പറയാൻ വേണ്ടിയിട്ട് ഒരാൾ കല്യാണം കഴിച്ചാൽ ലം യസിദുഹു അല്ലാഹു ഇല്ലാ ദില്ല, ലം യസിദുഹുല്ലാഹ്, അല്ലാഹു അവന് കൂടുതലാക്കി കൊടുക്കുകയില്ല, ഇല്ലാ ദില്ല, നിന്ദയല്ലാതെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വമൻ തസവ്വജഹാ ലിമാലിഹാ, വമൻ തസവ്വജഹാ ലിമാലിഹാ, വമൻ തസവ്വജഹാ ലിമാലിഹാ, അവളെ മുതൽ കരുതിയിട്ടാണ് അവൻ കല്യാണം കഴിച്ചത് എങ്കിൽ ലം യസിദുഹുല്ലാഹു ഇല്ലാ ഫഖറാ, ലം യസിദുഹു അല്ലാഹു ഇല്ലാ ഫഖറ, ദാരിദ്ര്യം അല്ലാതെ മറ്റൊന്നും അല്ലാഹുവിന് കൊടുക്കൂല. വളരെ ശരിയല്ലേ ഈ കാര്യം? 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ വാങ്ങിയിട്ട് അവസാനം ഒരു ഓട്ടോറിക്ഷ ഉണ്ടാവും, പിന്നെ അതുണ്ടാവില്ല. പിന്നെന്താ ഉണ്ടാവുക? പിന്നെ വേഗം ഇവളുടെ കഴുത്തുനിന്ന് ഇങ്ങനെ പറിക്കാൻ തുടങ്ങും. ആദ്യം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? പണയം വെക്കും. പിന്നെ ആ പണയത്തിന്റെ പലിശ കൊടുക്കാൻ കഴിയാഞ്ഞിട്ട് അതാണ് വെക്കും. ഒന്നുമില്ല, മാസങ്ങൾ കൊണ്ട് എല്ലാം നശിച്ച് തകിട് പൊടിയാവും. എന്റെ കാര്യം അള്ളാന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വമൻ തസവ്വജഹാ ലിമാലിഹാ, ധനത്തിന് വേണ്ടി ഒരാൾ പെണ്ണ് കെട്ടിയാൽ ലം യസ്ദുഹു അല്ലാഹു ഇല്ലാ ഫഖറ, ദാരിദ്ര്യമല്ലാതെ മറ്റൊന്നും അള്ളാഹു അവന് കൊടുക്കുകയില്ല, ദാരിദ്ര്യം കൊടുക്കും. എത്ര തറവാടുകളുണ്ട് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാമല്ലോ. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ ഒരുപക്ഷെ നമ്മളൊക്കെ തന്നെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ നാടിന്റെ കാര്യം പറയുന്നത്? വല്ലയോലം ചിന്തിക്കുക. നാടിന്റെ കാര്യം പറയാൻ വളരെ സുഖ, നാടിന്റെ കാര്യം പറയണ്ട. എത്രയായിട്ടും രക്ഷല്ല. അവസാനത്തെ കഴുത്തിനുള്ളതും കൂടി പറിച്ചിട്ടായിരിക്കും പിന്നെ എന്ത് ചെയ്യാം, ഒരൊറ്റ ചാട്ടം അപ്പുറത്തേക്ക്. അത് അറബി 2 അടിയും കൊടുത്തിട്ട് യാ അല്ലാഹ് മഅസലാം, അപ്പൊ ഒന്നുമില്ല, കിട്ടാനുമില്ല, ഒന്നുമില്ല. ഒന്ന് കൂറ കപ്പലിൽ പോയതുപോലെ, കൂറ കപ്പലിൽ പോയിട്ട് ലണ്ടൻ കണ്ടു പോകുന്നത് പോലെ ഇവൻ ആ റിയാദും ജിദ്ദയൊക്കെ ഒന്ന് കണ്ടുപോരാ. യാ അല്ലാഹ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇവൾ നെട്ടിക്കാതിരിക്കോ ഇവന്? പിന്നെ ഇതിലൂടെയല്ലേ ഇവളെങ്ങനെ വേണം നെട്ടിക്കാതിരിക്കും? അതാണ് ലം യസിദുഹു അല്ലാഹു ഇല്ലാ ഫഖറ എന്ന് പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? പെണ്ണുങ്ങളെ ശരീരത്തിലേക്ക് പെണ്ണുങ്ങൾക്ക് അവരുടെ ബാപ്പ കൊടുത്ത ഈ ധനം തന്റെ ബാപ്പാന്റെ മുതല് പോലെയാണ് ഇവൻ മനസ്സിലാക്കുന്നത്. ഇത് കൊണ്ടുപോയി പണയം വെച്ചു, പിന്നെ ഇത് കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തി. ഈ പെണ്ണിനെ പൊരുത്തപ്പെടിക്കുന്നില്ല, പെണ്ണോട്ട് പൊരുത്തപ്പെടില്ല. പെണ്ണിന് മറ്റാരെക്കാളും പ്രധാനമായിരിക്കും എന്ത്? അവളുടെ ആഭരണം. പെണ്ണിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരിക്കലും ആരും മനസ്സിലാക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് പെണ്ണ് എന്ന് പറഞ്ഞ സാധനം. തൽക്കാലം നിങ്ങൾക്ക് തടിമെടുക്കുണ്ടാവുമ്പോ അവിടെ മിണ്ടാതിരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ തൽക്കാലം അതിന്റെ ആരംഭ ശൂരത്വത്തിൽ മിണ്ടാതിരുന്നിട്ടുണ്ടാവും. മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി കല്യാണം കഴിച്ചു. സജ്ജായ എന്ന ഒരു പെണ്ണിനെ കെട്ടി. കല്യാണം കഴിച്ചപ്പോ ഇവള് കൊടുത്തത് വാങ്ങിയതില്ല, അവനൊട്ട് മഹർ കൊടുത്തതുമില്ല. കുറച്ചു ദിവസം കഴിഞ്ഞു, പുതുമോടി കഴിഞ്ഞപ്പോ കുറച്ച് ദേഷ്യം തോന്നിയപ്പോ പറഞ്ഞു, മഹർ കിട്ടില്ല, മഹർ അങ്ങോട്ട് തന്നേക്കൂ. അപ്പോൾ പറഞ്ഞു, എന്റെ വലിയ കമ്പനി ആയിട്ടാണ് രണ്ടാളും പ്രവർത്തിക്കുന്നത്, എങ്കിൽ പോലും മഹർ ആവശ്യപ്പെട്ടു സജ്ജാഹ്. അപ്പോഴാണ് മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി 5 വഖത്തിൽ നിന്ന് 2 വഖത്ത് കുറച്ചു കൊടുത്തത്. വദാലിക സദാഖുകി, അതാണ് നിനക്ക് മഹർ എന്ന് മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു. ഞാൻ എന്തിനാ പറഞ്ഞറിയോ? എത്ര വലിയ തമ്മിൽ കൂടിയ കമ്പനിയാണെങ്കിൽ പോലും കുറച്ചു ദിവസം കഴിഞ്ഞാൽ പെണ്ണതിന്റെ തനി സുഖം കാണിക്കന്നെ ചെയ്യും. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മറ്റാരെക്കാളും പ്രധാനം പെണ്ണിന് എന്തായിരിക്കും? അവളുടെ ആഭരണം. നിങ്ങൾ ആലോചിക്കും, ഇത് അവളെ കൊണ്ട് പൊരുത്തപ്പെടിക്കൂല, അവളോട്ട് പൊരുത്തപ്പെടുകയുമില്ല. ഇനി ഇതിന് ബുദ്ധിമുട്ടാകുന്ന ഒരു ദിവസം വരും എന്ന് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി. അണ്ടർലൈൻ ചെയ്യ അവിടെ. വസ്വാഹിബതിഹി വബനീഹി.
ഭാര്യയെ കാണുമ്പോ മണ്ടന്റെ ഗതികേട്. കാരണം അവിടെ ചോദിച്ചിട്ടില്ലെങ്കിലും അവൾ ഇവിടെ ചോദിക്കും. അവളെ അവകാശം നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്, അവളെ ആവരണം കൊണ്ടുപോയി നിങ്ങൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഇവിടെ തൽക്കാലം അവൾ മിണ്ടില്ല. ഓതിക്കോളൂ. അല്ലാഹു പറഞ്ഞു യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹാഹിബതിഹി വ ബനീഹി. ഭാര്യയെ കാണുമ്പോൾ ഓടേണ്ട ഗതികേട് വരുന്നു. കാരണം അവൾക്ക് ഹക്ക് കൊടുക്കാനുണ്ട്. ഭാര്യ എങ്ങനെ അത് വിടും? വാപ്പാന്റെ ഹക്ക് മക്കൾ വിടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തോ ഈ പെണ്ണ് ഭർത്താവിന്റെ ഹക്ക് ഒഴിവാക്കുന്നു. വാപ്പാന്റെ കയ്യിൽ നിന്ന് അവകാശം കിട്ടാനുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കന്ന് സന്തോഷമാകും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വാപ്പാന്റെ കയ്യിൽ നിന്ന് അവകാശം കിട്ടാനുണ്ടെങ്കിൽ പോലും മക്കൾ അന്ന് സന്തോഷിക്കും. അത് വിടില്ല. മക്കൾ വാപ്പാന്റെ കയ്യിൽ നിന്ന് അവകാശം വിടില്ല. വാപ്പാന്റെ കയ്യിൽ നിന്ന് ഒരവകാശം മക്കൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ ആ അവകാശം പോലും അന്ന് മക്കൾ വിട്ടുകൊടുക്കുകയില്ല. ആ ദിവസത്തിൽ നമ്മൾ ആരെ കാണും? ഭാര്യയെ കാണും. എന്തിന്റെ പേരിൽ? അവൾക്ക് കൊടുക്കാനുള്ള സ്ത്രീധനവും അവളുടെ ആഭരണത്തിന്റെയും പേരിൽ. എന്തു സംഭവിക്കും? ആഖിറത്തിൽ വമ്പിച്ച നഷ്ടത്തിന് കാരണമാകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കുക. വിശ്വാസികൾ വളരെ കനത്തോടുകൂടി ആലോചിക്കേണ്ട ഒരു പരമാർത്ഥമാണ്. ഇതൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയേറെ സുലഭമാണ്. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് വളരെ ശക്തമായി താക്കീത് ചെയ്ത ഒരു പരമാർത്ഥമാണ്. വളരെ ശക്തമായി താക്കീത് ചെയ്തതാണ്. വളരെ ശക്തമായി പറഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങളെപ്പോഴും ഹലാലുൻ ത്വയ്യിബേ കഴിക്കാൻ പാടുള്ളൂ എന്ന്. വളരെ ചിന്തിക്കണം. ഹലാല് കഴിക്കണം എന്നല്ല പറഞ്ഞത്. ഹലാലുൻ ത്വയ്യിബ്, ഹലാലുൻ ത്വയ്യിബ്, ഹലാല് കഴിക്കണം എന്നല്ല. ഹലാലുൻ ത്വയ്യിബ്, ഹലാലും ത്വയ്യിബും വ്യത്യാസമുണ്ട്. ഹലാൽ എന്നാൽ ഹലാല്, ത്വയ്യിബ് എന്നാൽ അത് നിങ്ങൾക്ക് നൽകുന്നാൽ പൂർണ്ണ തൃപ്തിയോട് കൂടെയാണ് നിങ്ങൾക്കത് നൽകിയത്. അപ്പൊ അത് ഹലാലും ത്വയ്യിബാകും. മനസ്സിലായില്ല? സുഗന്ധമുള്ള മനോഹരമായ ഹലാല്, ഹലാലായത് മുഴുവൻ തിന്നണ്ട. എന്തുകൂടി വേണം? അഥവാ ശുബ്ഹത്ത് കഴിക്കരുത്, അല്ലെങ്കിൽ മനല്ല മനസ്സോടെ തന്നത് കഴിക്കരുത്. അത് ഹലാലും ത്വയ്യിബല്ല, ഹലാലാവും. മനസ്സിലായില്ല നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട ഹബീബായ വളരെ ചിന്തിക്കണം. ഹലാല് കഴിക്ക എന്നാണെങ്കിൽ എന്ത് പറഞ്ഞാൽ മതിയല്ലോ? ഹലാൽ എന്ന് പറഞ്ഞാൽ പോരെ? ഞാൻ ആയത്ത് പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട സൂറത്തുൽ മുഅ്മിനൂന 51-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 51-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. നിങ്ങൾ ത്വയ്യിബേ കഴിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹു തആല അമ്പിയാക്കന്മാർ മുർസലീങ്ങളോട് പറഞ്ഞു. ത്വയ്യിബാത്ത് സൂറത്തുൽ മുഅ്മിനൂന 51-ാമത്തെ വചനം. സൂറത്തുൽ ബഖറയുടെ 172-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും. ത്വയ്യിബായ കഴിക്കാൻ പാടുള്ളൂ. ത്വയ്യിബാണ് കഴിക്കേണ്ടത്. ഹലാല് മാത്രമല്ല, ത്വയ്യിബ് കഴിക്കണം. ഹലാലും ത്വയ്യിബും വ്യത്യാസമുണ്ട്. ഹലാലായതുകൊണ്ട് എന്താവില്ല? ത്വയ്യിബാവില്ല. ഉദാഹരണം, നീ അങ്ങോട്ട് തിന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സാധനം തരും. സത്യത്തിൽ അത് തരുന്നതിൽ അവന് താല്പര്യമില്ല. അവൻ സമ്മതം വചനത്താൽ തരുന്നതോടുകൂടെ നിങ്ങൾക്കത് എന്തായി? ഹലാലായി. പക്ഷെ എന്തല്ല? ത്വയ്യിബല്ല. ത്വയ്യിബല്ല. വളരെ ആലോചിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. ജനങ്ങളെ, നിങ്ങൾ ഹലാല് കഴിക്കാൻ മാത്രം പോരാ. എന്ത് കഴിക്കണം? ഹലാലുൻ ത്വയ്യിബ് കഴിക്കണം. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്ന ആൾ സമ്പൂർണമായ തൃപ്തിയോടുകൂടെ തരുന്നത് മാത്രമേ നിങ്ങൾ എടുക്കാവൂ, നിങ്ങൾ കഴിക്കാവൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ നമ്മൾ ചിന്തിക്ക്, നിങ്ങൾ ആലോചിക്ക് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഒരു പള്ളിയിലെ ഉസ്താദിന് ഇതിന്റെ വില അറിയാം. ഒരു പള്ളിയിലെ ഉസ്താദ് വെള്ളിയാഴ്ച നേരം വെളുത്താൽ എത്ര ലെറ്റർ ഹെഡുകളാണ് ഒരു പള്ളിയിലെ ഉസ്താദ് കാണേണ്ടി വരിക? പെണ്ണിനെ കെട്ടിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്, പള്ളി കമ്മിറ്റി ഏറ്റുന്നതാണ്, അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും തൽക്കാലം വെള്ളിയാഴ്ച പിരിവെടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു വരുന്ന പിരിവുകാരെ കൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ഇരുന്നാൽ അതിന് മറുപടി പറയാൻ മാത്രമേ തയ്യാറുണ്ടാവൂ. നിങ്ങൾ ആലോചിക്കണം, ഇത് ഒരു തൊണ്ടനായ താടി നരച്ച തല നരച്ച എണീറ്റടക്കാൻ കഴിയാത്തൊരു വയസ്സനായിരിക്കും. ഇത് അയാളെ മകളെയാണ് കെട്ടിക്കാനുള്ളത്. ആർക്ക് കൊടുക്കാൻ? ആർക്ക് കൊടുക്കാൻ? ഖവ്വാമൂനെ ആയിരിക്കണം ഇവന് കൊടുക്കാൻ. ഞാൻ അവന്റെ ഒറിജിനൽ പേര് പറയണില്ല.
സദസ്സിനെ മാനിക്കാണ് ഞാൻ. നിങ്ങൾ ആലോചിക്കുകയും ഇവന് കൊടുക്കാൻ മറ്റൊൻ ഫയൽമാനായ ഈ മോട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? ഈ വയസ്സായ തൊണ്ടൻ തെണ്ടി നടക്കുക. എത്രയാ പള്ളിയിൽ നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് നിങ്ങൾ പള്ളിയിൽ ഒന്ന് വന്നിരുന്ന് നോക്കൂ. എത്ര ലെറ്റർ ബെഡും കൊണ്ടാണ് ഈ ആളുകൾ കയറിയെറുക പള്ളി പ്രസിഡന്റിനെ കാണാൻ, മുത്തവല്ലിയെ കാണാൻ, ഉസ്താദിനെ കാണാൻ, വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഒരു പിരിവെടുക്കാൻ, അയാളുടെ മകളെ കെട്ടിക്കാൻ. ഇങ്ങനെ തെണ്ടി നടന്നിട്ട് കരയുന്ന അനവധി ആളുകൾ, ഇങ്ങനെ കരയാത്ത ഒരാളെ കാണാൻ സാധ്യമല്ല. അനവധി ആളുകൾ, ഇവർ മുഴുവനും ഇങ്ങനെ നാട് മുഴുവനും പിരിവെടുത്ത് നടന്ന് കഷ്ടപ്പെട്ട് ജനങ്ങളെ മുന്നിൽ അവരുടെ വാക്കും ആട്ടും മുഴുവനും കേട്ട് വാങ്ങി വെക്കുന്ന ഇതിനെങ്ങനെ മനുഷ്യന്മാര് തൊയ്യുമെന്ന് പറയാൻ പറ്റും? എത്ര കഷ്ടതയാണ് ഇതിന്റെ പിന്നിലുള്ളത്? എനിക്ക് വളരെ ഗൗരവമായി ആലോചിക്കണം. ഒരു സഹോദരൻ ഈ അടുത്ത ദിവസം എന്നോടൊരു കാര്യം പറഞ്ഞു. അയാൾക്ക് ആകെ 8 സെന്റ് ഭൂമിയാണുള്ളത്. ആ 8 സെന്റിലെ 1 സെന്റിന് ഇന്നത്തെ ഏറ്റവും വലിയ നിലവാരം അനുസരിച്ച് 5000 ഉറുപ്പിക കിട്ടിയാൽ അത് പൊന്നുവിലയാ. എനിക്കറിയാം ആ പ്രദേശം പൊന്നും വിലയാ. 5000 ഉറുപ്പിക കിട്ടിയാൽ പൊന്നും വിലയാ. 8 സെന്റ് ഭൂമിക്ക് 5000 കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര കിട്ടും? 40,000 രൂപ ആകെ അയാളെ കിടപ്പാടാണ്. അയാളെ മകളെ 1.5 ലക്ഷം രൂപയും 25 പവനും കൊടുക്കാനുമെന്ന രൂപത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. നോക്ക്, വളരെ ആലോചിക്കണം. ഇത് വളരെ നിങ്ങൾ ചിന്തിക്കണം. കൊടുക്കുന്നവൻ ബുദ്ധിമുട്ടി കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും തന്റെ വീട്ടിൽ നിന്ന് തന്റെ മോൾ പോയി കിട്ടില്ല. തന്റെ മകളിൽ ഫാഹിഷത്ത് പ്രവർത്തിക്കപ്പെടുന്നത് ഭയപ്പെടുന്നത് കൊണ്ട്, തന്റെ മകൾ അവളിൽ ഹലാലായ കുഞ്ഞ് ലഭിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട്, തന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവളെ ഒരു കയ്യിൽ പിടിച്ചേൽപ്പിക്കണമെന്ന അദമ്യമായ ഉത്കടമായ താല്പര്യം കൊണ്ട് മാത്രമാണ് ഈ മനുഷ്യൻ ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അയാളെ 4 വട്ടം തൂക്കിവിട്ടാൽ 1.5 ലക്ഷം ഉറുപ്പികയും 25 പവനും ഉണ്ടാക്കാൻ സാധ്യമല്ല. എത്ര ആളെ വാക്കയാൾ കേൾക്കണം, എത്രയാൾ നാണം കിടണം. ഇതിനെങ്ങനെ മനുഷ്യന് ത്വയ്യിബെന്ന് പറയും? ഇത് ത്വയ്യിബാണോ? ഇത് തന്നാൽ തന്നെ എന്തേ ആകൂ, ഹലാലയാകൂ, എന്താവില്ല, ത്വയ്യിബാവില്ല. അയാൾ തിരുപ്പതിപ്പെട്ട് തന്നാൽ തോലും ഹലാലെന്ന് പറയാം. ബാക്കി നമുക്ക് ചിന്തിക്കാം, അതിന്റെ ഹലാലിന്റെ ഗൗരവം നമുക്ക് ആലോചിക്കാം. എങ്കിൽ പോലും അതിന് തിരുപ്പതിപ്പെട്ട് തന്നാൽ പോലും ത്വയ്യിബെന്ന് പറയുക സാധ്യമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ ഫഖാമ സഅദ് ഇബ്നു അബീ വഖാസ്. ഇത് റസൂലുള്ള പറഞ്ഞപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എണീറ്റു. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുജാബദ് ദഅവ. നബിയെ, ഞാൻ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ഒരാളായിത്തീരാൻ നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കൂ. മനസ്സിലായില്ല? അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്യൂ. അവൻ എന്നെ എന്താക്കാൻ മുജാബദ് ദഅവ, എന്ത് അള്ളാഹിനോട് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അള്ളാഹിനോട് കൈ ഉയർത്തിയാൽ അള്ളാഹിന് ഉത്തരം കിട്ടുന്ന ഒരാളായി തീരാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കവേ ഈ ഹദീസ് പറഞ്ഞു. ഏത് ഹദീസ്? കുലൂ മിമ്മാ ഫിൽ അർളി ഹലാൽ. ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കവേ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹിക്ക് മുന്നിൽ എണീറ്റുകൊണ്ട് പറഞ്ഞു, ഞാനൊരു പ്രാർത്ഥന കുട്ടിതം കിട്ടുന്ന ആളാവാൻ നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. ഫഖാല റസൂലുള്ളാഹി, മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ സഅദ് അത്ഇബ് മത്അമക, നിന്റെ ഭക്ഷണം ത്വയ്യിബാക്കിക്കോ, തകുൻ മുജാബദ് ദഅവ. നിങ്ങൾ ആലോചിക്കണം, അഥവാ ഈ വാങ്ങിക്കുന്ന ധനം നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരത്തെ പോലും നഷ്ടപ്പെടുത്തി കളയും എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ അവന്റെ ഭക്ഷണം ത്വയ്യിബാവണം. ഹലാലായാലും പോരാ, എന്താവണം? ത്വയ്യിബാവണം. വളരെ ചിന്തിക്കണം. നിന്റെ ഭക്ഷണത്തെ നീ ത്വയ്യിബാക്ക്, എന്നാൽ തകുൻ മുജാബദ് ദഅവ, നീ മുജാബദ് ദഅവയാകും, നീ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്നവനാകും. അഥവാ ഭക്ഷണം ത്വയ്യിബല്ലെങ്കിൽ അവൻ മുജാബുദ് ദഅവയല്ല, അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരമില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളെ, വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം, വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. ഇന്ന് ഒരു കച്ചവടമാണെങ്കിൽ പോലും ആ കച്ചവടത്തിന് ഇന്നമൽ ബൈഉ അൻ തറാലിൻ, 2 ഭാഗത്തിനും പൂർണ്ണമായ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു കച്ചവടമായി പോലും പരിഗണിക്കാൻ പറ്റുന്ന. ഒരു കാര്യത്തിന് സമ്പൂർണമായ മനസാന്നിധ്യം, പൂർണ്ണമായ മനസ്സിന്റെ
മനസ്സിന്റെ ഉറപ്പ്, പൂർണ്ണമായ മനസ്സന്തോഷം രണ്ട് വിഭാഗത്തിനും ഉണ്ടായാൽ മാത്രമേ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇന്നമൽ ബൈഉ അൻ തറാലിൻ, രണ്ട് വിഭാഗം ആളുകൾക്കും സമ്പൂർണ്ണമായ തൃപ്തിയുള്ളത് മാത്രമേ എന്താകൂ, കച്ചവടം പോലുമാകൂ. ഇന്നമാ പറഞ്ഞത്, ഇന്നമ ഹസറിന്റെ ഭാഗമാണ്, അഥവാ അത് ക്ലിപ്തപ്പെടുത്തുന്ന ആശയം പറയുകയാണ്. ഇന്നമൽ ബൈഉ അൻ തറാലിൻ, രണ്ട് വിഭാഗം ആളുകളും കൂടി ഇഷ്ടപ്പെട്ടാൽ അതൊരു കച്ചവടമായി പോലും പരിഗണിക്കൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്ന ഈ വിവാഹ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഈ സമ്പ്രദായത്തെ കുറിച്ച് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു കച്ചവടമാണെന്ന് പോലും പറയാൻ പറ്റില്ല. വിവാഹ കച്ചവടം എന്ന് ചില ആളുകൾ അതിശയോക്തിയോടുകൂടെ പറയാറുണ്ട്. ഇത് കച്ചവടമല്ല. കച്ചവടമാണെങ്കിൽ എന്താവണം, രണ്ട് വിഭാഗത്തിനും പൂർണ്ണ തൃപ്തി ഉണ്ടാവണം. വളരെ ചിന്തിക്കുക, ഇതെന്താണ് കച്ചവടം എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് ഇതെന്ത് വിവാഹ മാർക്കറ്റിലെ പെണ്ണ് കച്ചവട വസ്തുവാണ്. കച്ചവടം എങ്ങനെയാവുക? കച്ചവടം പോലെയുണ്ട്. കച്ചവടം പോലും എന്നതിന് പറയാൻ പറ്റില്ല. കാരണം കച്ചവടമാണെങ്കിൽ പോലും ഞാൻ ഈ ഫയല് 4 റുപ്യ 10 റുപ്യ കൊടുത്ത് വാങ്ങിയാൽ ഇത് വാങ്ങാൻ എനിക്കും തൃപ്തിയാണ്, തരാൻ അയാൾക്കും തൃപ്തിയാണെങ്കിൽ രണ്ട് ഭാഗത്തും സമ്പൂർണമായ തൃപ്തിയിൽ നിന്നാണ് കച്ചവടം ഉണ്ടാവുക. ഇന്നമൽ ബൈഉ അൻ തറാദിൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കച്ചവടം എന്ന് പോലും പറയാൻ സാധ്യമല്ല. ഏറ്റവും മതപതിപ്പിച്ച പ്രവർത്തനം അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ വിശ്വാസികളെ, സ്വഹീഹുൽ ബുഖാരി ബാബു ഹുഖൂഖുൽ ഉമ്മഹാത്തി മിനൽ കബായിരി. ഹുഖൂഖുൽ ഉമ്മഹാത്തി, ഉമ്മമാരെ വെറുപ്പിക്കൽ വൻദോഷങ്ങളിൽ പെട്ടതാണെന്ന് വിശദീകരിക്കുന്ന ഒരു അധ്യായം സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഹുഖൂഖൽ ഉമ്മഹാത്തി. അല്ലാഹു തആല ഇന്നല്ലാഹ ഹറമ അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ ഹറാമാക്കിയിട്ടുണ്ട് ഹുഖൂഖൽ ഉമ്മഹാത്തി, ഉമ്മമാരെ വെറുപ്പിക്കുക, അവരുടെ അവകാശത്തെ തടഞ്ഞു വെക്കുക, അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുക, അഥവാ ഉമ്മമാരെ വെറുപ്പിക്കുക എന്ന കാര്യം അല്ലാഹു നിങ്ങളുടെ മേൽ ഹറാമാ. ഓണം ചിന്തിക്കണേ, എന്താ പറഞ്ഞത്? ഹറാമാക്കിയിട്ടുണ്ട്. വളരെ ആലോചിക്കണം. ഞാനൊരു നിയമം പറയുകയല്ല, ഒരു കാര്യം വിശദീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില കാര്യങ്ങളിലൊന്നും ഹുക്മിനേക്കാൾ പ്രധാനമായിരിക്കും ആ പ്രവർത്തനം. നിങ്ങൾ ശ്രദ്ധിച്ചോ ആവോ? ബഹുമാനപ്പെട്ട മുത്തബിഉസ് സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബികൾ ചോദിച്ചു. നിങ്ങൾ ആലോചിക്കുക, അല്ലാഹു റസൂൽ പറയുന്നത് ഇന്നല്ലാഹ ഹറമ അലൈക്കും ഹുഖൂഖൽ, ഹറാമാക്കിയിട്ടുണ്ട്. നിയമല്ല ഞാൻ പറയുന്നത്, അല്ലാഹു റസൂൽ പറഞ്ഞത് എടുത്തു പറയാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ പറയാണ്, പിന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട് മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നുള്ള, മാതാക്കളെ വെറുപ്പിക്കൽ ഹറാമാക്കിയിട്ടുണ്ട്. മാത്രമല്ല മനും വാത്തും അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ട്. മനും വാത്തിന് അർത്ഥം കൊടുക്കുന്നുണ്ട് മുഫസ്സിരീങ്ങൾ. എന്താ മനും വാത്ത്? മനും വാത്തും അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ട്. എന്താ മനും വാത്ത്? മനും വാത്ത് എന്നാൽ അർത്ഥം അഖ്ദു മാ ലൈസ ഫീഹി ഹഖ്ഖുൻ ലാസിമുൻ, തനിക്ക് നിർബന്ധാവകാശമില്ലാത്ത ഒരു കാര്യം നിർബന്ധമായിട്ട് വാങ്ങാം. മനസ്സിലായില്ല? അഖ്ദു മാ ലൈസ ഫീഹി ഹഖ്ഖുൻ ലാസിമുൻ, തനിക്ക് അവകാശമില്ലാത്ത ഒരു കാര്യം നിർബന്ധമായിട്ട് വാങ്ങാം. ഇതന്നെയാണത്. അതാണ് മന്നു. ഇത് അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ പ്രധാനമായി ചിന്തിക്കേണ്ടതാണ്. ഇത് പറയുമ്പോ ഒരു കാര്യം പ്രധാനമായി ചിന്തിക്കണം. അങ്ങനെയാണ് എങ്കിൽ സ്ത്രീധനം നിരുപാധികം ഹറാമെന്ന് പറയുന്ന ചില ആളുകൾ ഇവിടെയുണ്ട്. അത് അബദ്ധമാണ്. സ്ത്രീധനം നിരുപാധികം, അഥവാ സ്ത്രീധനം എന്ന് പറഞ്ഞാലും വേണ്ടില്ല, അല്ലാത്തെന്ന് പറഞ്ഞാലും വേണ്ടില്ല, പെണ്ണിന്റെ ഭാഗത്തിൽ നിന്ന് ആണിന് കൊടുക്കുന്നത് നിരുപാധികം ഹറാമാണെന്ന വീക്ഷണം ശറഇൽ ഇല്ല. അത് ഭീമമായ അബദ്ധമാണ്. അതാണ് സത്യത്തിൽ ഇവിടെ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും പറഞ്ഞു വരുത്തിയത്. അത് ശരിയായ വീക്ഷണമല്ല. അത് പറയുക എന്നതിന് പുറമെ അത് പുലർത്താൻ അവർക്കൊട്ട് സാധിച്ചതുമില്ല. അതവർ സാധിച്ചിട്ടില്ല. എനിക്കറിയാം അനവധി, എനിക്ക് പരിചയമുള്ള അനവധി ഇത്തരം കുടുംബങ്ങളിൽ ഈ അടുത്ത ദിവസം പോലും ലക്ഷം കൊടുത്തിട്ട് വിവാഹം നടത്തിയതിൽ നിന്ന് ഞാൻ സാക്ഷിയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതൊക്കെ വായ കൊണ്ട് പറയുന്ന ചില വാഗ്ധോരണികൾ പറഞ്ഞു പരത്തുന്നവർ മാത്രമാകുന്നു. ആ പെണ്ണിന്റെ ഭാഗത്തിൽ നിന്ന് ആണിന് കൊടുക്കുന്നതെന്തും ഹറാമാണെന്ന് വീക്ഷണം ശറഇൽ ഇല്ല. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ ഹദിയ കൊടുക്കാവുന്നതാണ്. ഹദിയെ ഹബീബായ റസൂലുള്ളാഹി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സ്വഹീഹുൽ ബുഖാരി. ഇയാൾ ചോദിക്കാതെ തന്നെ കൊടുക്കാവുന്നതാണ്, കൊടുത്താൽ വാങ്ങാവുന്നതാണ്. കിട്ടാത്ത പെണ്ണിനെ തലാഖ് ചെയ്യാൻ പറ്റില്ല. വളരെ ചിന്തിക്കണം.
ഹദിയ കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ റമദാൻ മാസത്തിലുണ്ട് ഒരു വീട്ടിക്ക് പോലെ ഭാര്യ വീട്ടിൽ ഒരു പോക്ക്. അല്ലാത്ത കാലത്ത് ഓട്ടോറിക്ഷ വിളിച്ചു വരെ ഭാര്യയെ കൊണ്ടുപോകില്ല. അങ്ങനത്തെ ഒരു കോമുണ്ട്. കാരണം ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോയാൽ പോലും അതിന്റെ പൈസ അവന്റെ പോക്കറ്റിൽ നിന്ന് പോകും. എന്നാൽ ഈ റമദാൻ അല്ലാത്ത കാലത്ത് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോലും ബസ് ഇറങ്ങിയിട്ട് 6 റുപ്യ 7 റുപ്യ ഓട്ടോറിക്ഷ വിളിക്കാൻ പോലും ഭാര്യക്ക് ഓട്ടോറിക്ഷ പോലും വിളിച്ചിട്ട് കൊണ്ടുപോകാതെ അവളെ നടത്തിക്കുന്ന ആളുകൾ റമദാൻ മാസത്തിലെ സൽക്കാരത്തിന് ടാറ്റാ സുമോ വിളിച്ചു പോകും, സ്കോർപിയോ വിളിച്ചു പോകും. എന്തുകൊണ്ട്? ഇത് അയാളെ ചെലവില. ഇതൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് വളരെ ഇതിന്റെയൊക്കെ ഒരു ഭക്ഷണത്തരം പറയണ്ട. ഇതൊക്കെ തിന്നുന്നതിനേക്കാൾ നല്ലത് എന്താണ് ഞാൻ ഈ സദസ്സിനെ മാനിച്ചിട്ട് പറയുന്നില്ല. എന്താ നിങ്ങൾ ആലോചിക്കുക? നിങ്ങൾ എവിടുക്ക മനുഷ്യരെ ഈ പോകുന്നത്? ആരെ ഈ ജാതി നുണകളുടെ മാമൂലി സമുദായത്തിൽ ഉണ്ടാക്കി വെച്ചത്? എന്താ അടിസ്ഥാനം അതിനൊക്കെ? നിങ്ങൾ ആലോചിക്കുക. ഈ അടുത്ത ദിവസം എന്നോട് ഒരു സഹോദരൻ സ്നേഹിതൻ പറഞ്ഞു, പുതിയാപ്പിളക്ക് അമ്മായി പൈസ കൊടുത്തു 2000 റുപ്യ. ഈ പെണ്ണ് ഇത് എവിടുന്നോ കടം വാങ്ങിയടാ. കടം വാങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാനത് അടുത്ത ദിവസം എന്നിട്ട് കൊണ്ടുവന്നേരാം. കാരണം ഇവർ മനസ്സിലാക്കിയത് കുറച്ചൊക്കെ മാന്യനുണ്ട്. ഇവന്റെ ആ കോട്ടും ഷൂട്ടും ഒക്കെ കണ്ടപ്പോ ഇവന്റെ ഉള്ളില് മാന്യനുണ്ടാകുന്നതാണ് ഈ അമ്മായി പച്ചസാധു മനസ്സിലാക്കിയത്. ഇത് കൊടുക്കണോട് കൂടെ അവനത് വാങ്ങി കീശയിലിട്ടു. നോക്കി, ഞങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ ഇവൻ പുതിയാപ്പിള ഇറങ്ങിപ്പോയതിനു ശേഷം അമ്മായും വീട്ടുകാരും ഇരുന്നിട്ട് കരയാ. ഇനി നാളെ മറ്റേ ആൾക്ക് 2000 എങ്ങനെ കൊടുക്കുന്നു? നിങ്ങൾ ആലോചിക്കും. എന്താ മനുഷ്യന്മാരെ ഇതിന്റെ അർത്ഥം? എന്താ ഇതിനൊക്കെ? ഇതൊക്കെ ഇതൊക്കെ ഏത് ജാതി സ്വഭാവമാണ്? ഇതൊക്കെ ഏതു തരം നാശമാണ്? സാംസ്കാരിക രാഹിത്യമാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ മൻഉമ്മഹാത്തിനെ വിശദീകരിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്ന മുഹദ്ദിസീങ്ങൾ പറയുന്ന അർത്ഥം എന്നാൽ ഹദിയ കൊടുക്കാവുന്നതാണ്, വാങ്ങാവുന്നതാണ്. ഹബീബാ റസൂൽ പറഞ്ഞിട്ടുണ്ട്, തഹദ്ദു, ഹദിയ കൊടുക്കൂ, തഹബ്ബു, അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം സ്നേഹം നിലനിൽക്കും. സ്വഹീഹുൽ ബുഖാരി. അപ്പൊ പെണ്ണിന്റെ ഭാഗത്ത് കൊടുക്കുന്നത് എന്തും ഹറാമാണെന്ന വീക്ഷണം ശറഇനില്ല. എന്ന് മാത്രമല്ല, ഇത്തരം പ്രവർത്തനം നടത്തിയാൽ നിക്കാഹ് ഫാസിദാകുമെന്ന് പറയുന്ന പ്രസംഗം നടത്തുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഭീമമായ അബദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ വലതുസിന എന്ന് പറയേണ്ടി വരും. കാരണം അവരെ വാപ്പാരൊക്കെ വാങ്ങിയവരാണ്. നിങ്ങൾ ചിന്തിക്കണം. പറ്റാത്ത കാര്യമൊന്നും ആരും പറയണ്ട. വെറുതെ മൈക്ക് കിട്ടുമ്പോഴത്തിന് കൂവണ്ട. ഓണം ചിന്തിക്കുക. ശറഅാണ് പറയുന്നത്. ശറഇന്റെ വീക്ഷണം, പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് പുരുഷൻ എന്തെങ്കിലും ഹദിയ കൊടുത്താൽ തെറ്റല്ല, അത് തിരിച്ചും കൊടുക്കാവുന്നതാണ്. ഹദിയ കൊടുക്കൂ, അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം സ്നേഹം നിലനിൽക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിവിടെ ശറഅ വിശദീകരിക്കുകയും എതിർക്കുകയും ചെയ്തത് ഈ ഹദിയയെ അല്ല, പിന്നെന്തിനെയാണ്? അതിന്റെ സുആലിനെയാണ്. ചെയ്യുക, എന്നിട്ട് നിബന്ധന പോലെയാക്കുക, എന്നിട്ട് വാങ്ങി വെക്കുക. വളരെ ചിന്തിക്കണം. ചിന്തിക്കാതെ അബദ്ധത്തിൽ ചാടിയവരാണ് ഉൽപ്പതിഷ്ണു വിഭാഗങ്ങളൊക്കെ. അവർ ഭീമമായ അബദ്ധം തന്നെയാണ് പറഞ്ഞത്. ഇതുകൊണ്ട് നിക്കാഹ് ഫാസിദാകുമെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വഹാബിയും ജമാഅത്തെ ഇസ്ലാമിയും അവൻ വാങ്ങട്ടെ വാങ്ങാതിരിക്കട്ടെ, അവന്റെ വാപ്പമാരൊക്കെ ഇത് വാങ്ങിയവരാണ്. നിക്കാഹ് ഫാസിദായാൽ പിന്നെ ഉണ്ടാകുന്ന കുട്ടി വലതുസിനയാണ്. അപ്പോഴുള്ള ഇവരൊക്കെ ജിനാന്റെ മക്കളാന്ന് പറയേണ്ടി വരും. ഞാൻ പറയണില്ല, പറയേണ്ടി വരും. അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇങ്ങനത്തെ അബദ്ധം നിൽക്കരുത്. ആ വീക്ഷണമല്ല പറയുന്നത്. വഹാബി അബദ്ധം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വഹാബി എല്ലാ കാലത്തും അബദ്ധ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തആല അവരെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവര് വായിൽ തോന്നിയത് പറയുന്നവരാണ്. അവരെ വീക്ഷണമല്ല ഈ പറയുന്നത്. ശറഈയായ വീക്ഷണമാണ്, ശറഈയായ മാനദണ്ഡമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു യഹ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യുക്റഹു സുആലു ലിമാലിഹാ മിൻ ജിഹതി റജുലി വലാ യൻബഗി അൻ യൻകിഹ തമഅൻ ഫിൽ മാലി. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ യഹ്യയിൽ നിക്കാഹിന്റെ ബാബിൽ രേഖപ്പെടുത്തുന്നു, യുക്റഹു സുആലു, ചോദ്യം വെറുക്കപ്പെടുന്ന കാര്യമാണ്, കറാഹത്താണ്. അവളുടെ ധനത്തെ കുറിച്ച് ഇവിടെ വലിയ രസം എന്താണെന്നറിയ മുഅ്മിനീങ്ങളെ, അവളെ ധനത്തിനെ പറ്റി ചോദിക്കൽ കറാഹത്ത. ഇത് അവളെ ധനത്തിനെ പറ്റിയല്ല ചോദിക്കണം. അവൾക്ക് എന്ത് ധനമുള്ളത്? അവളെ ബാപ്പാന്റെ ധനമാണ്. അവൾക്ക് അവളെ ധനത്തിനെ കുറിച്ച് ചോദിക്കൽ പോലും, ഇവിടെ വളരെ ചിന്തിക്കണം, അവളെ ധനത്തിനെ കുറിച്ച് ചോദിക്കൽ പോലും
കറാഹത്താണ് മിൻ ജിഹത്തി റജുലി, ആണിന്റെ ഭാഗത്തിൽ നിന്ന് പെണ്ണിന്റെ ധനത്തിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. സംശയാലൊക്കെ സംശയങ്ങൾക്ക് മറുപടി നേരണ്ടെങ്കിൽ കുറച്ചെങ്കിലും പറയാവുന്നതാണ്. വിശ്വാസികൾ ചിന്തിക്കുക. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ പ്രഗൽഭമായ ഒരു ഹദീസ് ഇങ്ങനെ കാണാവുന്നതാണ്. ഖാല റസൂലുള്ളാഹി, മുസ്തഫ നബി പറഞ്ഞു, മൻ ഫതഹ അലൈഹി ബാബ മസ്അലത്തിൻ മിൻ ഗൈരി ഫാഖ, ഒരാൾ ചോദ്യത്തിന്റെ വാതിൽ തുറന്നാൽ ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫാഖ, ദാരിദ്ര്യത്തിന്റെ വാതിൽ അല്ലാഹു അവന്റെ മേൽ തുറക്കും. ചോദ്യത്തിന്റെ വാതിലാണ് തുറന്നാൽ അതുവഴി ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പക്ഷെ ഇവിടെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് പല ആളുകളും എഴുന്നള്ളിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്ന അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വളരെ കേവലം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ഉപയോഗപ്പെടുത്തിയ ഒരു ഹദീസ് ഉണ്ട്. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. എന്താ പറയുന്നത്? തുൻകഹുൽ മർഅതു لأربع لمالها ولجمالها ولحسبها ولدينها فاظفر بذات الدين. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി. എന്താ പറയുന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇത് പല ആളുകളും എഴുന്നള്ളിക്കാറുണ്ട്. കാര്യം മനസ്സിലാക്കാതെ ഈ പറയുന്നത്. പലരും കാര്യം മനസ്സിലാക്കാതെ ധനത്തിന് വേണ്ടി, എത്രയോ ഹദീസ് നമ്മൾ കണ്ടു, ധനത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് ദില്ലത്തുണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞ എത്രയോ ഹദീസ് ഇവിടെ കണ്ടു. അപ്പോൾ ആ ഹദീസിന് വിരുദ്ധമല്ല ഈ ഹദീസ്. ഇത് നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. ചില ആളുകൾ വിചാരിക്കുന്നത് 4 കാര്യത്തിന് വേണ്ടി പെണ്ണ് കെട്ടണം എന്നാ. എങ്ങനെ 4 കാര്യം? ഒന്ന് ലിമാലിഹ, ഒന്ന് ധനത്തിന് വേണ്ടി, വലി ജമാലിഹ, ഭംഗിയെ സ്വന്തമാക്കാൻ, വലി ഹസബിഹ, തറവാട്ട് പൊലിമക്ക് വേണ്ടി, പിന്നെ വലി ദീനിഹ, ദീനിന് വേണ്ടി എന്ന്. ഇത് ഭീമമായ അബദ്ധമാണ്. ആ ഹദീസിനെ വേണ്ടതുപോലെ മനസ്സിലാകാത്ത അല്പബുദ്ധികളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സത്യത്തിൽ അതൊരു കൽപ്പനയല്ല, അതൊരു പ്രസന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായില്ല? ഒരു സന്ദർഭം, ഒരു സാഹചര്യം ഹബീബായ റസൂൽ പറയാ, സാഹചര്യം പറയാ. തുൻകഹുൽ മർഅതു, വിവാഹം ചെയ്യപ്പെടുന്നുണ്ട്, ലി അർബഇൻ, 4 കാര്യത്തിന് വേണ്ടി. അതോ പ്രസന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രസന്റ് പറയാ, സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്, നിങ്ങളതിനു വേണ്ടി ചെയ്യണ്ട, നിങ്ങൾ ചെയ്യേണ്ട പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യൂന്നല്ല പറഞ്ഞത്. എന്തായി പറയുന്നത്? ഹബീബായ റസൂലുള്ളാഹി പ്രസന്റിനെ പറയുകയാണ്, സാഹചര്യത്തെ പറയുകയാണ്. ആ സാഹചര്യത്തെ വിശദീകരിച്ചതാണ്. തുൻകഹുൽ മർഅതു ലി അർബഇൻ, 4 കാര്യത്തിന് വേണ്ടി വിവാഹം ചെയ്യപ്പെടുന്നുണ്ട്. ലിമാലിഹ, ധനത്തിന് വേണ്ടി വിവാഹം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, ലോകത്തുണ്ട് എന്ന് പറയാം. വലി ജമാലിഹ, ഭംഗി എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രം. അവർക്ക് ഭംഗി പോണോടുകൂടെ അടുത്ത മരത്തിലേക്ക് അവർ ചാടും, അവർ ഭംഗിക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. വലിയ സബിയ, തറവാടിന് വേണ്ടി കയറി കല്യാണം കഴിക്കുന്നവരുണ്ട്. ആ തറവാട് തൊലയുന്നതോടുകൂടെ ഇത് വേണ്ടില്ലായിരുന്നു എന്ന് അവർക്ക് തോന്നും, അതിനു വേണ്ടിയും കഴിക്കണവരുണ്ട്. വലിയ ദീനിയ, ചിലർ ദീനിന് വേണ്ടിയും കഴിക്കുന്നുണ്ട്. എങ്കിൽ നീ എന്തു ചെയ്യണം? ദീനിന് വേണ്ടി കഴിക്കൂ എന്ന്. അവിടെ ആ കൽപ്പന. മറ്റൊരു പ്രസന്റ് ആണ്. എന്തായി പറയുന്നത്? എന്താ ഒരു വാക്ക് വായിക്കുമ്പോ, ഒരു ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസ് വായിക്കുമ്പോ എഡിറ്റ് ചെയ്യാല്ലാത്ത വാക്കല്ലേ മുസ്തഫ നബി പറഞ്ഞിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലേ മുഅ്മിനീങ്ങളെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് അവിടുത്തെ കണത്തിലും അർത്ഥത്തിലും നമ്മൾ ഉൾക്കൊള്ളണ്ടേ? എഡിറ്റ് ചെയ്യാത്തില്ലാത്ത വാക്കല്ലേ ഈ പറഞ്ഞിട്ടുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലി അർബഇൻ, 4 കാര്യത്തിന് വേണ്ടി കല്യാണം കഴിക്കൽ പൊതു രീതിയാണ്. ലിമാലിഹ, ധനത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്നുണ്ട്. വലി ജമാലിഹ, ഭംഗിക്ക് വേണ്ടി ലക്ഷ്യമാക്കി ചെയ്യുന്നവരുണ്ട്. വലി ഹസബിയ, തറവാട്ട് പൊലിമക്ക് വേണ്ടി ചെയ്യുന്നവരുമുണ്ട്. വലി ദീനിയ, കുറച്ചാളുകൾ എന്നല്ല, അവരിൽ നല്ലൊരു ശതമാനം അവസാനമായി പരിഗണിക്കുന്നതാണ് എന്ത്? ദീന്. അവസാനമായി അവർ ദീന് പരിഗണിക്കുന്നത്, അതിനുവേണ്ടി ചെയ്യുന്നവരും ഉണ്ട്. എന്നാൽ നോക്ക്, ഇത് പ്രസന്റ് പറഞ്ഞു, സാഹചര്യം പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു കൽപ്പന. എന്ത്? ദീനുള്ള പെണ്ണിനെ കെട്ടി നീ ജയിക്കുക, മറ്റേത് പരിഗണിച്ചാലും നീ
അതിന്റെ മഫ്ഹൂം എന്താ? നീനുള്ള പെണ്ണിനെ കെട്ടി നീ ജയിക്കണം. ജയിക്കണം എന്ന് പറഞ്ഞാൽ മറ്റേത് പരിഗണിച്ചാലും നീ തോൽക്കുന്നർത്ഥം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷമാറാകട്ടെ. വളരെ ചിന്തിക്കുക. ഇത് അങ്ങനെ തന്നെയാ. നോക്കൂ നിങ്ങൾ, ഈ ഹദീസിന് ശറഹ് മുസ്ലിം കൊടുക്കുന്ന വ്യാഖ്യാനെങ്കിലും ഒന്ന് നോക്കിക്കൂടെ? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് മുസ്ലിമിൽ പറഞ്ഞിട്ട് താഴെ ശറഹ് മുസ്ലിം രേഖപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത്? അസ്സഹീഹു ഫീ മഅന ഹാദൽ ഹദീസി. ഈ ഹദീസിന്റെ ശരിയായ മഅന, നിങ്ങൾ അബദ്ധത്തിൽ പോലും പലരും ചാടിയിട്ടുണ്ട്. ഇതിനൊക്കെ നബി കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ് ചിലരൊക്കെ മനസ്സിലാക്കിയത്. അത് ശരിയല്ല. വസ്സഹീഹു ഫീ മഅന ഹാദൽ ഹദീസി. ഈ ഹദീസിന്റെ അർത്ഥത്തിൽ ഏറ്റവും സ്വഹീഹായ കാര്യം അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയുണ്ട്? ശറഹ് മുസ്ലിം ഈ ഹദീസിനെ വിശദീകരിച്ച് പറയാം. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറ, ആ പറയുന്ന കാര്യം ബിമാ യഫഅലുഹു നാസു ഫിൽ ആദതി, ബിമാ യഫഅലുഹു നാസു ഫിൽ ആദതി, പൊതുവെ സാധാരണ രീതി അനുസരിച്ച് മനുഷ്യർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നിങ്ങൾ ചെയ്യൂന്നല്ല. ومعنى الصحيح في معنى هذا الحديث أن النبي صلى الله عليه وسلم أخبر بما يفعله الناس, ജനങ്ങൾ ചെയ്യുന്നുണ്ട് ഫിൽ ആദതി, സാധാരണഗതിയിൽ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതിനൊക്കെ വേണ്ടിയാണ് കല്യാണം കഴിക്കാറുള്ളത്. ഫഇന്നഹും യഖ്സുദൂന ഹാദൽ ഖിസാലൽ അർബഅ, ഈ 4 കാര്യത്തിന് വേണ്ടിയാണ് ജനങ്ങൾ പെണ്ണുകെട്ടുന്നത്. ജനങ്ങൾ, എന്റെ ഉമ്മത്തിന്റെ കാര്യമല്ല, ജനങ്ങൾ. അന്നന്നാസ, ജനങ്ങൾ ഇതിനൊക്കെ വേണ്ടിയാ കല്യാണം കഴിക്കുന്നത്. അവരിൽ അവസാനത്തെ പരിഗണന ആർക്കുള്ളൂ? ദീനിനുള്ളൂ. എന്നാൽ ദീനുള്ള പെണ്ണിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് നീ ജയിക്കാൻ നോക്ക്. അത് ജനങ്ങളെ നീ പരിഗണിക്കണ്ട. അവരുടെ ശൈലി പലതുമാണ്. അവരുടെ ലക്ഷ്യം ധനമാണ്, അവരുടെ ലക്ഷ്യം സൗന്ദര്യമാണ്. നിന്റെ ലക്ഷ്യം സത്യദീനായിരിക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരുമാറാകട്ടെ. അവളെ ധനത്തിന് വേണ്ടി, അവളെ ഇവിടെയും വളരെ ചിന്തിക്കണം. ഈ ലിജമാലിഹ, ലിജമാലിഹ എന്ന വാക്കിന്റെ താല്പര്യം ലിജമാലിഹ, ലിജമാലിഹ. നോക്കൂ മുഅ്മിനീങ്ങളെ, ലിജമാലിഹ, ലിമാലിഹ. നോക്കൂ നിങ്ങൾ, അവളെ ധനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവളെ വാപ്പാന്റെ ധനത്തിന് നിന്ന് ഒരിക്കലും പരിഗണിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? 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 ഈ ഹദീസിൽ അങ്ങനെ പരിഗണിക്കാനേ പറ്റില്ല. അവളെ ധനം, നമ്മൾ ഇന്ന് ചെയ്യുന്നത് അവളെ ധനത്തിനല്ല, അവളെ വാപ്പാന്റെ ധനത്തിനാണ്. ഇനി അന്നത്തെ ജനങ്ങൾ പോലും പരിഗണിച്ച വാപ്പാന്റെ ധനമല്ല, അവളെ ധനമാണ്. അവളെ ധനം തന്നെ അർത്ഥം വെക്കണം, വാപ്പാന്റെ ധനം അർത്ഥം വെക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? വാപ്പാന്റെ ധനം എന്നർത്ഥം വെച്ചാൽ വലി ജമാലിയ എന്താർത്ഥം വെക്കാം? വാപ്പാന്റെ സൗന്ദര്യത്തിന് വേണ്ടി മകളെ കെട്ടാൻ പറ്റും. എന്താ ഈ പൊട്ടത്തരം പറയുന്നത് മനുഷ്യന്മാര്? പറയുന്നതിനൊക്കെ ഒരു പൊട്ടത്തരത്തിന് ഒരു അവസാനമില്ലേ? വലി ദീനിയ, വാപ്പാന്റെ ദീനിന്റെ തന്നെ മകളെ കെട്ടാൻ പറ്റും. അതല്ലല്ലോ ഈ പറഞ്ഞത്, അവളുടെ ജനം. അപ്പൊ അന്നത്തെ ജനങ്ങൾ പോലും പരിഗണിച്ചത് വാപ്പാന്റെ ജനമല്ല, അവളുടെ ജനം, അവളുടെ ഭംഗി, അവളുടെ ദീന്, അവളുടെ നിലപാട്, ഇങ്ങനെ പറഞ്ഞത്. ഇന്ന് നമ്മൾ അതല്ല പരിഗണിക്കുന്നത്. അവിടുന്ന് കൂടി ഒരു പടി അപ്പുറത്താണ് നമ്മുടെ കഥ. വളരെ ചിന്തിക്കണം. അവിടെ വാപ്പാന്റെ ധനം എന്ന് അവിടെ അർത്ഥം വെച്ചുകൂടാ. വാപ്പാന്റെ ധനം എന്ന് അർത്ഥം വെക്കാണ് എങ്കിൽ വലി ജമാലിയൊക്കെ എന്തർത്ഥം വെക്കേണ്ടി വരും? നല്ല ചൊങ്കം വാപ്പാനുണ്ടാവും, പക്ഷേ കുട്ടികളെ കാണാൻ തീരെ പറ്റില്ല. കെട്ടാൻ ആരാ തയ്യാറാവുക? അപ്പൊ വളരെ ചിന്തിക്കണം. അവിടെ ജമാലിന്റെ അർത്ഥം, മാലിന്റെ അർത്ഥം അവളെ ധനം എന്ന് തന്നെയാണ്. ആ ജനങ്ങൾ അവളെ ധനത്തെ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. ഇന്ന് നമ്മൾ അതുപോലുമല്ല പരിഗണിക്കുന്നത്. നാട്ടിലാകെ മാപ്പമാരെയും ഉമ്പമാരെയും തെണ്ടാൻ വിടാൻ നമ്മൾ കാരണമാക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹിന്റെ ദീനിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം ഭിക്ഷാടനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാള് ചോദിച്ച് അവസാനം ആഖിറത്തിൽ വരുമ്പോൾ ലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹ്മിൻ, അവന്റെ മുഖത്ത് ഒരു ഇറച്ചി കഷ്ണം പോലും ഇല്ലാതെയായി തീരും, വഷളാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇതിന് കാരണക്കാരനാക്കുകയാണ് ഈ വിവാഹങ്ങൾ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 58-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വല്ലദീന യുഅ്ദിനൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി, മുഅ്മിനീങ്ങളായ ആണുങ്ങൾ
ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ബുദ്ധിമുട്ടാക്കുന്ന ആളുകൾ, ബിഗൈരി മക്തസബു, അർഹതയില്ലാത്ത അവർ ചെയ്ത കുറ്റത്തിനല്ലാത്തതിന്റെ പേരിൽ അഥവാ നിരപരാധികളായ വിധത്തിൽ പാവപ്പെട്ട മുഅ്മിനീങ്ങളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ആരെങ്കിലും ബുദ്ധിമുട്ടാക്കിയാൽ, അഥവാ ഒരു വാപ്പയെയും ഉമ്മയെയും അയാൾക്കൊരു മകളുണ്ടായി എന്നതിന്റെ പേരിൽ ബുദ്ധിമുട്ടാക്കിയാൽ എന്നുകൂടി ഇതിനൊക്കെ അർത്ഥമുണ്ടാകുന്നതാണ്. കാരണം വല്ലദീന യുഊദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വഇസ്മൻ മുബീനാ, ഏറ്റവും വലിയ കുറ്റമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മുഅ്മിനിനെ വാക്കിനാലോ പ്രവർത്തിയാലോ അവർക്ക് ബാധ്യതയില്ലാത്ത ഒരു കാര്യം ചെയ്യാനോ അവരെ നിർബന്ധിക്കാൻ പാടില്ല. അങ്ങനെ നിർബന്ധിക്കുന്ന ആളുകൾക്ക് ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വഇസ്മൻ മുബീനാ, അവർക്ക് മഹാപാതകങ്ങളും കുറ്റങ്ങളും ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 58-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികളെ, കാര്യം വളരെ വ്യക്തമാണ്. സമൂഹം ഇന്ന് ഈ സ്ത്രീധനം എന്ന പേരിൽ അത് ആചാരമായി മാറ്റിയിരിക്കുകയാണ്. സമൂഹത്തിലെ ഏറ്റവും വലിയ നാശമായി അത് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികൾ ഗൗരവപൂർവ്വം പരിഗണിക്കണം. ശറഇന്റെ മാനദണ്ഡം ആത്മാർത്ഥതയാണ്. ഇവിടെ വളരെ ചിന്തിക്കണം. പറയുന്നത് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഏതെങ്കിലും മറ്റുള്ള ചില വിഭാഗങ്ങൾ ചെയ്തതുപോലെയല്ല, അവർ പറയുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല കളരിക്ക് പുറത്താണ് അവർ പറഞ്ഞത് മുഴുവനും. അങ്ങനെയല്ല പരിശുദ്ധ ശറഅ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ശറഇന്റെ വീക്ഷണം വളരെ സുവ്യക്തമാണ്. ഒരിക്കലും ഇത്തരം കാര്യം ഒരു അമ്മോശാക്കയോടോ അമ്മായിയോടോ നിർബന്ധിക്കാനുള്ള ഒരു അർഹത മരുമകന് ഉണ്ടായിരിക്കുന്നതല്ല. അതോടുകൂടെ തന്നെ അവർ ഹദിയ നൽകിയാൽ സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ആ ഹദിയ ഒരു നിർബന്ധ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ ആകരുത്. വളരെ വ്യക്തമായി ശറഅ് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമു നൽകുമാറാകട്ടെ. ഒന്നുകൂടി പറഞ്ഞിട്ട് തൽക്കാലം വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. വിവാഹത്തിന്റെ ലക്ഷ്യം സമാധാനമാണ്. വമിൻ ആയാതിഹി أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآية لقوم يتفكرون. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വിവാഹത്തിന്റെ ലക്ഷ്യം തീർച്ചയായും സമാധാനമാണ്. അത് സമാധാനക്കേടിന് വേണ്ടി ആക്കരുത്. ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരുന്ന ഈ ധനത്തോടുള്ള ആർത്തിയും രീതികളും അവസാനിപ്പിക്കുകയല്ലാതെ മുസ്ലിം ഉമ്മത്തിന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഇല്ല. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ അസ്റ അബ്ദുൻ ലി ദുനിയാഹു അലാ ആഖിറതി ബസ്സത്തു അലൈഹി ഹുമൂമഹു വസനീഅതഹു ഫീ അയ്യിഹാ ഹലക. ഒരാൾ ആഖിറത്തിന് വേണ്ടി ആഖിറത്തേക്കാൾ ദുനിയാവിന്റെ ധനത്തിനും സൗകര്യത്തിനും വേണ്ടി ഓടി നടക്കാൻ തയ്യാറായാൽ അയാൾക്ക് അല്ലാഹു അവന്റെ ചുമലിൽ ടെൻഷനുകളെ കെട്ടിയേൽപ്പിക്കും. ബസ്സത്തു അലൈഹി ഹുമൂമഹു, ഞാൻ അവന്റെ പെരടിയിൽ ഹമ്മുകളെ നിറക്കും. ഫീ അയ്യിഹാ ഹലക, ഏതെങ്കിലും ഹമ്മിലായി അവൻ ചത്തുപോകും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സദസ്യരുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി എഴുതി ചോദിക്കുന്നതല്ല പ്രധാനം, സദസ്യരുടെ ചോദ്യങ്ങളാണ്. അതിനുവേണ്ടി സമയം അനുവദിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഈ വൃത്തികെട്ട മാമൂലുകൾ, ഒരു നിലക്ക് സമൂഹത്തെ ഇന്ന് ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മോശപ്പെട്ട ഹദ്യ എന്ന നിലവാരത്തിൽ നിന്ന് ഉയർന്ന് അതൊരു ഇരക്കലും ഒരു ഭിക്ഷാടനവും ഒരു നാശവുമായിട്ട് അവകാശമില്ലാത്തത് വാങ്ങിക്കാൻ വേണ്ടി മത്സരിക്കുന്ന രീതികളിൽ നിന്ന് സമൂഹം പുറകോട്ട് പോവുക എന്നത് നമ്മുടെ മുകളിൽ മുഴുവനും ചുമലിൽ സമർപ്പിതമായ അടിസ്ഥാനപരമായ ലക്ഷ്യമാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഈ പെണ്ണുങ്ങൾ ത്രാവിയ നിസ്കാരത്തിനെ പറ്റിയാണ്. അത് ഇമാമായിട്ട് ആണുകൾ നിൽക്കുന്നത് ശരിയാണോ? ഇല്ല വീട്ടുകൾ എല്ലാവരും ഒരു വീട്ടിൽ കൂടിയിട്ട് എല്ലാവരും നിസ്കരിക്കുന്നത് ശരിയാണോ? അത് ഈ വിഷയ സംബന്ധി അല്ല എങ്കിലും ഒന്നാമത്തെ ചോദ്യം എന്നൊരു പരിഗണന മാത്രം അതിനെ വെച്ചിട്ട് ഞാൻ മറുപടി പറയാണ്. ഈ വിഷയ സംബന്ധിയായ ചോദ്യങ്ങളാ പറയേണ്ടത്. ഇത് സംബന്ധമായ ചോദ്യങ്ങളാ ചോദിക്കണം. എക്സ്ക്യൂസ് മീ, ആ ചോദ്യം ഞാൻ പരിഗണിച്ചിട്ടുണ്ട്. ഉത്തരം പറയാൻ പോവാൻ ശ്രദ്ധിക്കുക. നോക്കൂ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ ഇമാം നിൽക്കുന്നത് തെറ്റല്ല. ഒരു വീട്ടിൽ പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂട്ടി തറാവീഹ് നിസ്കരിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. പെണ്ണുങ്ങൾക്ക് ജമാഅത്ത് നിസ്കാരം ആകാവുന്നതാണ്. ബഹുമാനപ്പെട്ട ശറഇന്റെ വീക്ഷണം 5 വഖത്തിലെ ജമാഅത്തിനും അതേപോലെ ജുമുഅക്കും ഇന്ന് കാണുന്ന കാര്യങ്ങൾക്കൊക്കെ പെണ്ണുങ്ങളെ പള്ളിയിൽ വരികയും കൊണ്ടുപോവുകയും കൊണ്ടു നടത്തുകയും ചെയ്യുന്ന ഒരു പ്രോത്സാഹന രീതി ശറഇൽ ഇല്ല എന്നത് മാത്രമാകുന്നു. ഇതാണ് ശറഇന്റെ വീക്ഷണം. പെണ്ണ് നമസ്കരിക്കേണ്ടത് വീട്ടിൽ തന്നെയാണ്. ഇനി കുറച്ച് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂട്ടി വീട്ടിൽ നിസ്കരിക്കാൻ അതിൽ തെറ്റല്ല. അവർക്ക് ആണ്
ഇമാമ നിൽക്കാവുന്നതാണ്. മഹല്ലി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാമത്തുഹു ലഹുന്ന അഫ്ളലു മിൻ ഇമാമതിഹിന്ന. അബദ്ധമാരും പറഞ്ഞുണ്ടാക്കണ്ട. പെണ്ണിന് പെണ്ണിമാമ നിന്നാൽ മാത്രമേ ശരിയാകുള്ളൂ എന്ന് അതിര് വിട്ട ഒരു അബദ്ധം പറഞ്ഞു നടക്കുന്ന ചില രീതികൾ ഇവിടെ കേൾക്കുന്നുണ്ട്. അതൊക്കെ അബദ്ധങ്ങളാണ്. മഹല്ലി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാമത്തുഹു ലഹുന്ന അഫ്ളലു മിൻ ഇമാമതിഹിന്ന. പെണ്ണിന് പെണ്ണിമാമ നിൽക്കുന്നതിനേക്കാൾ അഫ്ളല് ആണിമാമ നിൽക്കുന്നത് തന്നെയാണ്. എല്ലാവരും കിതാബോധികൾക്കൊക്കെ അറിയാം. വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ട് നാട്ടുകാരെ വസ്വാസാക്കണ്ട. ഈ പറയുന്ന അബദ്ധങ്ങളൊന്നും അല്ല സുന്നി എന്ന് പറഞ്ഞാൽ, അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കുകയും സ്വഹാബത്തും താബിഈങ്ങളും ഫുഖഹാക്കളും അങ്ങനെയൊക്കെ ചില പ്രസ്താവനകൾ അടുത്ത കാലത്ത് പത്രങ്ങളിൽ ഉണ്ടായതായി കേട്ടു. ആണിമാമ എന്നാൽ പെണ്ണ് നിസ്കാരം ശരിയാവൂല എന്നൊക്കെ. അതൊക്കെ വിവരക്കേടിന്റെ പര്യായങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ കുരുത്തക്കേടിന്റെ ബാക്കിയാണ് എന്ന് ഞാൻ പറയുന്നു. കുരുത്തക്കേടാണ്, വിവരമില്ലാഞ്ഞിട്ട് മാത്രമല്ല. ചിലപ്പോൾ കുരുത്തക്കേട് വിവരക്കേടായിട്ടുണ്ടാകും. അങ്ങനെയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്ന് ജമാഅത്തിന്റെ അധ്യായത്തിൽ മഹല്ലി പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെയ്യാവുന്ന ശ്രീധനം നിശ്ചയിച്ച ഒരു വിവാഹത്തിന്റെ അഡ്വാൻസ് ആയിട്ട് കുറച്ച് ശ്രീധനം ആദ്യം വാങ്ങി, അത് ഉപയോഗിച്ച് മഹർ വാങ്ങി, അങ്ങനെ നിക്കാഹ് എടുത്താൽ നിക്കാഹ് സഹിയാവും. നിക്കാഹിൻ സഹിയാവുന്നതാണ്. അതവന്റെ ദിമ്മത്തിലെ കടമായി മാറി. ഒരു കടം എന്ന ഉത്തരവാദിത്തമാണ് അതിനുള്ളത്. അതവന്റെ ഉത്തരവാദിത്തത്തിലെ കടമാണ്. പക്ഷെ അതിനൊക്കെ നാടൻ ഭാഷയിൽ പറഞ്ഞാല് ആണത്തല്ലായ്മ എന്ന് പറയും. അതിനാണായിട്ട് 10-25 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരുത്തൻ പെണ്ണ് കിട്ടുക. അല്ല, അങ്ങനെയാണല്ലോ. ഇക്കാലം വരെ ഒരു പെണ്ണിന് ഒരു പവന് ഉണ്ടാക്കാൻ, സ്ത്രീധനം വാങ്ങാൻ, മഹർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പിന്നെ ബാക്കി ഓന്റെ കയ്യിലുള്ളത്? എന്താ ഓന്റെ കയ്യിലുള്ളത്? ഇത് കേൾക്കാൻ കുറെ ആളുകളുണ്ട്. പെണ്ണുങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്താ ഓന്റെ കയ്യിലുള്ളതെന്ന് ഞാൻ പറയണില്ല. അത് വെച്ച് മാത്രം വിവാഹത്തിന് നടക്കരുത്. ശരഅ് വളരെ വ്യക്തമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് എന്റെ സ്നേഹിതന് വളരെ പാവപ്പെട്ട ഒരാളാണ്. അവന്റെ വാപ്പ മരിച്ചുപോയി. പിന്നെ അവനൊരാള് കുടുംബത്തിലെ ആണായിട്ടുള്ള ഉമ്മക്ക് വളരെ പാവപ്പെട്ട ഒരു കുടുംബം, 4 പെങ്ങന്മാരെ കെട്ടിക്കാനുണ്ട്. പക്ഷെ നിർബന്ധമായിട്ട് ഉമ്മൻ വാങ്ങിയാലേ ആ കുട്ടികളെ കാണാനും രസമില്ല. ഒരു കൊലകേടായതുകൊണ്ട് തീർച്ചയായിട്ടും ആ കുട്ടികളെ കെട്ടിക്കാൻ അതിന്റെ കണ്ണീര് കാണാണ്. കാരണം ഇവൻ കെട്ടിയാല് ഒരു നിർബന്ധ അവസ്ഥയിലുള്ളത്. പക്ഷെ ഇവൻ എന്തായാലും വാങ്ങൂല എന്നുള്ള ഒരു ഇതിലുള്ളത്. ഈ സാഹചര്യത്തില് കുടുങ്ങി കിടക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഉത്തരവാദിത്തം ഉമ്മത്ത് മുസ്ലിമത്ത് ഏറ്റെടുക്കേണ്ടതാണ്. ഉമ്മത്ത് മുസ്ലിമത്താണ് ഈ സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അത് മുസ്ലിം ബഹുജനങ്ങളുടെ മേൽ ആ ഉത്തരവാദിത്തം വരുന്നതാണ്. അതിന് കരണീയമായ മാർഗം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയും മഹല്ലും ഖാദിയും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കരണീയമായ മാർഗത്തെ കുറിച്ച് അവർ ആലോചിക്കേണ്ടതാണ്. ഇന്ന മാർഗം എന്ന് പറയുന്നില്ല. ഓരോ മഹല്ലിലും ഓരോ കരണീയമായ മാർഗം ഉണ്ടാവും. ആ പെൺകുട്ടികളെ ഒരാൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ വേറൊരാളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കും. ഈ പെൺകുട്ടിയെ സ്ത്രീധനം കൊടുക്കാതെ തന്നെ കല്യാണം കഴിക്കാവുന്ന ആണുങ്ങളെ കിട്ടാനുണ്ടോ എന്ന് മഹല്ല് കമ്മിറ്റിക്ക് അന്വേഷിക്കാവുന്നതാണ്. ഒരാൾക്ക് ഒറ്റക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിന് ചെയ്താൽ നേടാവുന്ന കാര്യം, അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ചുമലിലും ഉത്തരവാദിത്വത്തിലും ഈ കാര്യം സമർപ്പിതമാണ്. എങ്കിലും ഇതൊരിക്കലും അവന് സ്ത്രീധനം വാങ്ങുക എന്നതിനൊരു പരിഹാരമായി പറഞ്ഞുകൂടാ. അസ്സലാമു അലൈക്കും. തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് റാവിമാരെ വ്യക്തമാക്കിയാൽ അത് ഉൾക്കൊള്ളുവാൻ വളരെ ഉപകാരമായിരുന്നു. അതുകൊണ്ട് അത് വ്യക്തമാക്കാമോ എന്നൊരു. നോക്കൂ, നിങ്ങള് ഇവിടെ ഉദ്ധരിച്ച ഹദീസുകളൊക്കെ ബഹുമാനപ്പെട്ട കിതാബ് സഹിതം പറഞ്ഞതാണ്. ഈ റാവികളെ മുഴുവനും കൂടി രേഖപ്പെടുത്തിയാൽ ആ റിവായത്തുകളെ സമ്പൂർണമായി അതിൽ വിശദമായ ചർച്ചയ്ക്ക് മണിക്കൂർ കണക്കിന് ഇരിക്കേണ്ടി വരും. അതിനു വേണ്ടിയാണ് ഇനി ആളുകൾക്ക് അതിനെ എഴുത്തിമാത് ചെയ്യാവുന്നതാണ്. ആ റിവായത്തുകളൊക്കെ പരിശോധിക്കാവുന്നതാണ്. അബദ്ധം ആര് ചൂണ്ടിക്കാണിച്ചാലും ഈ വിഷയത്തിൽ തൽസംബന്ധമായ തീരുമാനം പറയുന്നതാണ്. വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട മാത്രമല്ല അനവധി ഹദീസുകൾ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നും സ്വഹീഹ് മുസ്ലിമിൽ നിന്നും തന്നെയാണ്. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റിവായത്തിൽ ലഈഫില്ല എന്ന് അജ്മഅത്തിൽ ഉമ്മത്ത് ഏകോപിച്ചിട്ടും ഉണ്ട്. ഒരു ചെറുപ്പക്കാരന് അവന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഒരു പെങ്ങളെ കെട്ടിക്കാനുണ്ട്. പക്ഷെ ആ പെങ്ങളെ കെട്ടിക്കണമെങ്കിൽ അതിന് അവൾക്ക് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാട് കാണാനുള്ള ഒരു പരിഹാര മാർഗം ഇവന്റെ കല്യാണം കഴിക്കലും അതിന് വാങ്ങലുമാണ്. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം അത് ഇഷ്ടമില്ലാത്തൊരു സംഗതിയും അവന്റെ മാതാപിതാക്കളും ജ്യേഷ്ഠ സഹോദരന്മാരും ഇവന്റെ ഭാര്യ കുടുംബത്തിൽ നമുക്ക് വിട്ടു പറഞ്ഞ പെണ്ണ് നിർബന്ധമായി വാങ്ങിയാൽ ഈ ചെറുപ്പക്കാരൻ അതിന് കുറ്റക്കാരനാവും. നോക്കൂ നിങ്ങള്, പിന്നെ ഉത്തരവാദിത്വം വിവാഹം ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവന് തന്നെയാണ്.
മാതാപിതാക്കളെ ഗൗരവപൂർവ്വം വിഷയം ബോധവൽക്കരിക്കുകയാണ് വേണ്ടത്. ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ചയോടുകൂടെ സ്ത്രീധനം എന്ന വിഷയത്തിൽ നമ്മളെ കേസറ്റ് പുറത്തിറങ്ങും. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ഒന്ന് കൊണ്ടുപോയി കേൾപ്പിക്കുക. അല്ലെങ്കിൽ തത്സംബന്ധമായി ബോധമുള്ള ആലിമീങ്ങളെ കണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയെടുക്കുക. അവരതിൽ നിന്ന് പിൻവാങ്ങും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അവന് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. വിവാഹത്തിൽ പ്രധാനമായ ഉത്തരവാദിത്തം പുരുഷന് വിവാഹം കഴിക്കുന്നവന് തന്നെയാണ്. മറ്റാര് നിർബന്ധിച്ചാലും ഉത്തരവാദിത്തം അവന്റെ ചുമലിലാണ്. സംഭവം എന്തൊക്കെയാണെങ്കിലും കുറെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു. സ്ത്രീധനം ഹദിയായി നൽകുന്നത് സത്യത്തിൽ കുഴപ്പമില്ലാന്ന് ഉസ്താദ് തന്നെ സമ്മതിക്കുകയും ചെയ്യും. സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നത്, മറ്റ് സമ്പത്തുകൾ ചോദിച്ചു വാങ്ങുന്നത് ഹറാമാണെന്ന് ഉദ്ധരിക്കുകയും ചെയ്യും. ഈ സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നതും ആ മുതലുപയോഗിച്ച് യുവാവ് തന്റെ ജീവിത മാർഗം കണ്ടെത്തുന്നതും അതിന്റെ ഒരു വിധി ഉണ്ടാവില്ല. ഇസ്ലാമിലെ 5 വിധികളാണ്. ഇതിന്റെ ആ വിധി സത്യത്തിൽ ഹറാമാണെങ്കിൽ ഹറാമാണ് എന്ന് പ്രസ്താവിച്ചുകൂടെ എന്നുള്ളതാണ്. നോക്കൂ നിങ്ങളെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ബഹുമാനപ്പെട്ട ഉലമാ ഉണ്ട്, ബഹുമാനപ്പെട്ട ആലിമീങ്ങളുണ്ട്. നമ്മൾ ഇതൊരു ചർച്ചാ ക്ലാസ് മാത്രമാണ്, ഒരു ഇഫ്ത അല്ല, ഒരു ഫത്വ നൽകുകയല്ല. തല ഇരിക്കുമ്പോൾ ആ തല തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും വലിയവരല്ല. നമ്മൾ കാര്യങ്ങളെ വിശദീകരിക്കുന്ന ഉലമാഇന്റെ പിന്നിൽ നിൽക്കുന്നവർ മാത്രമാണ്. മഹാന്മാരായ ആലിമീങ്ങൾ ഇവിടെയുണ്ട്. അഹ്കാം അവർ തന്നെ വിശദീകരിക്കേണ്ടതാണ്, അവർ വിശദീകരിക്കുന്നതുമാണ്. അവരെ സമീപിക്കാം, അവർ തീരുമാനം പറയും. എന്നാൽ ബഹുമാനപ്പെട്ട ഹബീബ നേരത്തെ കഴിഞ്ഞ ആഴ്ച കാളമ്പാടി ഉസ്താദ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഒന്നുകൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്നു. ഒരു കാര്യത്തിന് ഹുക്മ പറയാതെ തന്നെ അതിന്റെ ഗൗരവം ചിലപ്പോൾ അറിയിക്കേണ്ട ഉത്തരവാദിത്തം പണ്ഡിതോചിതമായി ഉണ്ടായിരിക്കും. ആ ഉത്തരവാദിത്തം മാത്രമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. അഹ്കാമുൽ ഖംസ 5 നിയമങ്ങൾ ബാധകമാണ്. ഏതായാലും ഇത് കരണീയമല്ല, ഇത് ഗുണകരമല്ല, ഇത് നാശത്തിന് ഹേതുകമാണ് എന്ന് മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞ അനവധി ഹദീസുകൾ നമ്മൾ ഇവിടെ പറഞ്ഞു. ബഹുമാനപ്പെട്ട മഹത്തുക്കളുടെ ഉദ്ധരണികളും പറഞ്ഞു. ബാക്കി ബഹുമാനപ്പെട്ട ഉലമാഇനെ കണ്ട് തീരുമാനങ്ങൾ കണ്ടെത്താവുന്നതാണ്. ഏതായാലും അത് ഗുണകരമായ കാര്യമല്ല, പ്രോത്സാഹനജനകം അല്ല എന്ന് വളരെ സുനിശ്ചിതമായി ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരാള് 50,000 റുപ്യ സ്ത്രീധനം തന്നെങ്കിൽ മാത്രമേ വിവാഹം ചെയ്യുള്ളൂ എന്ന് നിർബന്ധിച്ച് ശടിച്ച് നാട്ടിലൊക്കെ നടക്കുന്ന മാതിരി പറഞ്ഞു. പക്ഷെ ഇവന് മാക്സിമം 5 പവന്റെ മഹർ കൊടുക്കും പെണ്ണിന്. അപ്പോ എത്ര കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിലും മാക്സിമം 5 × 5 25,000 റുപ്യ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ മഹർ ശരിയാവോ അവിടെ, അല്ലെങ്കിൽ നിക്കാഹിന്റെ സ്ഥിതി എന്താണ്? നിക്കാഹ് സഹിയാവും. പക്ഷേ ഈ വിഷയം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഇത് രണ്ടും 2 വിഷയം തന്നെയാണ്. ഇനി ആ മഹർ അവന് ഈ 50,000 25,000 എന്ന് കണക്കാക്കണ്ട. ഇനി 50,000ന്റെ മഹർ ഞാൻ കൊടുത്താലും ആ മഹറിന്റെ കഥയുണ്ട. അവൻ നിങ്ങൾ വിചാരിച്ചു പോയത് പെണ്ണിൽ നിന്ന് വാങ്ങുന്ന സംഖ്യക്കുള്ള മഹർ തിരിച്ചു കൊടുക്കാനാ. മഹർ എന്നാൽ പെണ്ണിൽ നിന്ന് പകരം വാങ്ങാതെ തിരിച്ചു കൊടുക്കാം. അവളിൽ നിന്ന് പകരം വാങ്ങുന്നത് അവളുടെ ശരീരം മാത്രമാണ്, മറ്റൊന്നും. 5 മിനിറ്റ്. പെണ്ണിൽ നിന്ന് അവളുടെ ശരീരമല്ലാതെ മറ്റൊന്നും പകരം വാങ്ങാതെ കൊടുക്കുന്നതാണ് മഹർ. ഈ മഹറാണ് പരിശുദ്ധമായ ശറഅ് കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇതാണ് ശറഅ് പറഞ്ഞത്. അത് പകരം വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും അവൻ ചെയ്തത് ഭീമമായ അബദ്ധമാണ്. എന്നാൽ നിക്കാഹ് സഹിയല്ല എന്ന് പറയാൻ നിർവാഹമില്ല. ഒരാൾ തന്റെ മകളെ വിവാഹം ചെയ്തപ്പോ, വിവാഹം കഴിച്ചു കൊടുത്തപ്പോ ഒരു സംഖ്യ ഹദിയ കൊടുത്തു. നിർഭാഗ്യവശാൽ ആ കല്യാണം തെറ്റിപ്പോയി. എന്നാൽ ആ ഹദിയ തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? എന്നെ തോൽപ്പിക്കാൻ തന്നെ തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നോട് തോൽപ്പിക്കാൻ തന്നെയാണ് നോക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഹദിയയിൽ തിരിച്ചു വാങ്ങുന്നത് ഛർദിക്കുന്നത് കഴിച്ചതുപോലെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി തിരിച്ചാവശ്യപ്പെടുക എന്നത് ഹറാമാണ്. ചോദിച്ചാൽ പോലും കൊടുക്കേണ്ടതില്ല. പക്ഷേ ഹദിയയായിരിക്കണം. ഇനി ഇതിപ്പോ സ്ത്രീധനത്തിന് മസലയാ പറഞ്ഞത്. ഈ സ്ത്രീധനം തന്നെ പിന്നെ സക്കാത്ത് കൊടുക്കേണ്ട വകുപ്പുകൾ വേറുണ്ട്, അത് വേറെ ചർച്ചയാണ്. അതേപോലെ തന്നെ ഇത് മറ്റുള്ള ചില അത് തിരിച്ചു കൊടുക്കണോ തിരിച്ചു കൊടുക്കണ്ടേ എന്നുള്ള ചർച്ചകൾ വേറെയാണ്. ഇത് കൊടുക്കലിന്റെ വിധിയാ പറഞ്ഞത്. ഇത് പിന്നെ കടമായി നിൽക്കുമോ, കടമാണെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ടേ, കടം കൊടുത്ത ആള് അമ്മോഷാക്കല്ലേ, അയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരില്ലേ? അതേയാണെങ്കിൽ തിരിച്ചു വാങ്ങാൻ പാടില്ലല്ലോ. ഇന്ന് അതേ അല്ലല്ലോ, തിരിച്ചു വാങ്ങുന്നത് കൊണ്ട് സാധനം
കടമല്ലേ, കടമായാൽ സക്കാത്ത് ബാധകമാകുമല്ലോ, നിക്ഷേപ വസ്തുവല്ലേ എന്ന് തുടങ്ങുന്ന ശരഈയ മസലകൾ ബാധകമാകും. അത് വേറെ. ഇതിന്റെ ഏറ്റവും ഒന്നാമത്തെ ഫേസ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീധനം എന്ന മിൻഹൈസു ഇന്നഹു സ്ത്രീധനം, സ്ത്രീധനം എന്ന നിലവാരത്തിൽ മാത്രം. ഇനി മറ്റുള്ള ചില കാര്യങ്ങൾ ഇതിന് കൂടി വരും. അത് വളരെ ദുഷ്കരമായ കാര്യമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.